കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എങ്ങനുണ്ട്? കുഴപ്പമില്ല. 2 കോടി മുടക്കിയ ഈ കെട്ടിടവും ഇവിടെയുള്ള സാധനങ്ങളും എല്ലാം അച്ഛൻ ഒപ്പിച്ചത്. അത് ബാങ്കിലിട്ടാലേ മാസം ഇതിനേക്കാളും പലിശ കിട്ടും. വലിയ പരസ്യമൊന്നും ഇല്ലാതല്ലേ നമ്മളത് തുടങ്ങിയത്. ഇനിയിപ്പോ ഇവിടെ വരുന്ന പേഷ്യൻസ് മറ്റുള്ളവരോട് നല്ലത് പറഞ്ഞാലേ ആൾക്കാരുടെ എണ്ണം കൂടും. പിന്നെ ഫീസ് 300 200 ആക്കായിരുന്നു. എന്തൊക്കെയാ ദിലിയേട്ടൻ ഈ പറയുന്നേ? ഇപ്പൊ 500 എല്ലാരും വാങ്ങിക്കുന്നേ. ഇത് തന്നെ കുറവാ. 2 ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതുകൂടെ ആകുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ ഒരുമാതിരി കുഴപ്പമില്ലാതെ അങ്ങ് പോകും. രാവിലെ വൈകുന്നേരവും ഇവിടെ പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യാം. ബാക്കി സമയങ്ങളിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതല്ലേ നല്ലത്. അതേപ്പറ്റിയൊക്കെ ആലോചിക്കാം. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ വലിയ ബോറിങ്ങാ. നേരത്തെ ദിലിയേട്ടൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ ഞാൻ സമയം തള്ളി നീക്കിയിരുന്നത് ഒരുപാട് പാടുപെട്ട. ഒരു ഡോക്ടറുടെ തിരക്കുമായിട്ട് അവരുടെ ഫാമിലി പൊരുത്തപ്പെട്ടു പോണം. എങ്കിലേ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകൂ. നമ്മുടെ സന്തോഷം കഴിഞ്ഞിട്ടുള്ള കാശൊക്കെ മതി. അച്ഛനും അമ്മയ്ക്കും കൂടി ഞാൻ ഒറ്റ മോളാ. അവരുടെ സമ്പാദ്യം മുഴുവൻ എനിക്കുള്ളതാ. പിന്നെ നമുക്ക് വേണ്ടി ഇത്രയും തുക മുടക്കിയതുകൊണ്ട് പെട്ടെന്നൊന്നും ഇനി അച്ഛൻ പണം തരില്ല. അതിനി നമ്മൾ ദൂർത്തടിക്കുമെന്ന് അച്ഛന്റെ പേടി. അതുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ളതും അത്യാവശ്യ സേവിങ്സും വേണം. അതിനപ്പുറം അത്യാഗ്രഹത്തിന്റെ ആവശ്യമില്ല. അച്ഛന്റെ അമ്മയുടെയും കാലശേഷം നമ്മളാ എല്ലാം അനുഭവിക്കേണ്ടത്. അപ്പോഴേക്കും ഈ ക്ലിനിക്ക് വളർന്ന് വലിയൊരു ഹോസ്പിറ്റലാവും. നമ്മൾ നന്നായി ജീവിക്കുന്നത് കണ്ടാ അച്ഛൻ തന്നെ നമുക്കെല്ലാം ചെയ്തു തരും. പിന്നെ എന്നെ വിഷമിപ്പിക്കരുതെന്ന് മാത്രം. നീ എനിക്കൊപ്പം നിൽക്കുന്നോണ്ട് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തേ മുന്നോട്ട് പോകൂ. അല്ലാതെ നീ ഫാമിലി സെന്റിമെന്റ്സ് ഒന്നുമില്ല. അങ്ങനെ ഒരു ഭർത്താവിനെ എനിക്കിഷ്ടം. എന്നാ പിന്നെ നമുക്ക് പുറത്തൊന്ന് ചുറ്റിയാലോ? ഓക്കെ, നീ റെഡി ആയിക്കോ. ഇനിയിപ്പോ ഏട്ടനോടൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ആ സ്ത്രീയെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞത് വെറുതെ അല്ല. അവരാരാന്നറിയോ? ഹരിതയുടെ അമ്മയാ. ഏത് ഹരിതയുടെ? എനിക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ നമ്മുടെ അമ്മ ഇപ്പൊ ആലോചിക്കുന്നില്ലേ? അവളുടെ അമ്മയാ. ഓ, അത് ശരി. അവരുടെ കുടുംബ സുഹൃത്തല്ലേ നമ്മുടെ അച്ഛൻ? ശരിയാണ് ഏട്ടാ, കുടുംബ സുഹൃത്താണ്. എന്ന് വെച്ച് ഹരിതയുടെ അമ്മയ്ക്കൊപ്പം അച്ഛൻ സ്കൂട്ടറിൽ ചുറ്റിക്കറങ്ങേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോ അങ്ങനെ ചുറ്റിക്കറങ്ങിയെന്ന് തന്നെ ഇരിക്കട്ടെ. ഇവിടെയുള്ള ആള് എന്തിനാ ഗുരുവായൂരാണെന്ന് പറഞ്ഞത്? അത് ശരിയാ. അച്ഛന്റെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ അച്ഛൻ അറിയിക്കേണ്ടതൊക്കെ മുൻകൂട്ടി നമ്മളെ അറിയിച്ചേനെ. അച്ഛനിപ്പോ ഇവിടെയാണെന്നും ഹരിതയുടെ വീട്ടിലാണ് താമസമെന്നും ഒക്കെ പറഞ്ഞേനെ. ഇന്ന് ഈ നിമിഷം വരെ അത് പറഞ്ഞിട്ടില്ല. വിളിക്കുമ്പോഴൊക്കെ ഗുരുവായൂരാണെന്നാ പറയുന്നത്. എടാ, അച്ഛന് ഇടയ്ക്ക് വഴിതെറ്റിപ്പോയോ? ആ, അതാണ് എൻ്റെ സംശയം. ഏട്ടൻ ഓർമ്മയില്ലേ, കുറെ കാലമായിട്ട് അച്ഛൻ സ്ഥിരം പോകുന്നത് കോട്ടയത്തേക്കാ. എടാ, അത് പനച്ചിക്കാട് അമ്പലത്തിലേക്കല്ലേ പോകുന്നത്? ആ, ഈ ഹരിതയുടെ വീടും ആ ക്ഷേത്രത്തിനടുത്താ. അതല്ല രസം. അമ്മയും ചാരും കൂടെ ഹരിതയുടെ വീട്ടിൽ പോയി. ആ സമയത്ത് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നറിയില്ല. അല്ലടാ, നീയും അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹരിതയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ വെച്ച് നിങ്ങൾ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. ആ സമയത്ത് എവിടെയെങ്കിലും കയറി ഒളിക്കുന്നതായിരിക്കും. ഹരിതയ്ക്കൊപ്പം ദീപരചനയുള്ള സമയത്ത് അമ്മ അവിടെ ചെന്നിട്ടുണ്ട്. ആ സമയത്ത് അവരും അമ്മയുടെ കണ്ണിൽ പെടാതിരിക്കാൻ പിന്നാമ്പുറത്ത് പോയി ഒളിക്കുമായിരുന്നു. നമ്മുടെ അച്ഛന് ഇങ്ങനൊരു മുഖം ഉണ്ടായിരുന്നോ? എന്തായാലും സത്യം കണ്ടെത്തിയേ പറ്റൂ ഏട്ടാ. ഞാനിപ്പോ അതുകൊണ്ട് മറ്റു തലവേദനയൊക്കെ വിട്ടിട്ട് ഇതിന്റെ പിന്നാലെയാ. ജയ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊരു ബന്ധം അച്ഛനുണ്ടെങ്കിൽ അമ്മ അച്ഛനെ അടുക്കളയിലിട്ട് കഷ്ടപ്പെടുത്തിയ സമയത്ത് അമ്മയെ തള്ളിക്കളഞ്ഞിട്ട് അച്ഛന് വേണമെങ്കിൽ പോവായിരുന്നു. ആ സമയത്തൊക്കെ അമ്മ ജയിലിലല്ലേ ഏട്ടാ. പിന്നെ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ ഞാനും ദീപയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളും കൂടെ ഇറങ്ങിയപ്പോഴല്ലേ അച്ഛനും ഇറങ്ങിയത്. അതിനുശേഷമായിരിക്കുമല്ലേ ഇങ്ങനൊരു ബന്ധം ഉണ്ടായത്? ഈ ചുരുങ്ങിയ ദിവസം കൊണ്ടോ? എന്റെ ഏട്ടാ,
ഹരിതയെക്കുറിച്ച് പറയുമ്പോൾ അച്ഛന് 100 നാവാ. എന്ന് മാത്രമല്ല, ഹരിത ജോയിൻ ചെയ്തതിന് ശേഷം അച്ഛനും ഹരിതയും തമ്മിൽ റോഡരികിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടതാ. അന്നാണ് അച്ഛൻ അവരുടെ കുടുംബ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞത്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ സംശയിക്കുന്നത് ഒരു പരിധി വരെ ശരിയായി വരാനാണ് സാധ്യത. ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല അച്ഛനൊരു ചിന്ന വീടുണ്ടെന്ന്. ഇല്ലാന്ന് നമുക്ക് കരുതാം, പക്ഷെ അത് ഉറപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ശരി, നീ നിന്റെ വഴിക്ക് അന്വേഷണം തുടങ്ങിക്കോ. ഞാനും പോകേണ്ട വഴിയിലൂടെ പൊക്കോളാം. കല്യാണം വിളിയൊക്കെ തുടങ്ങിക്കോ. 10ാം ഉദയത്തിന് തന്നെ കല്യാണം ഉറപ്പിച്ചിരിക്കും അമ്മ. ഞാൻ പറഞ്ഞതല്ലേ മാഡം, കുറച്ചുകൂടെ സാവകാശം തരണമെന്ന്. അമ്മയുടെ തീരുമാനോ? അതിനി മാറ്റാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ നടത്താനുണ്ട്. എന്ത് തയ്യാറെടുപ്പ് നടത്താനാ? താലിമാലയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി സ്വർണ്ണക്കടയിൽ പോണം, അത്യാവശ്യം സ്വർണം വാങ്ങിക്കണം, പിന്നെ അടുത്ത ബന്ധുക്കളെയൊക്കെ വിളിക്കണം. അത്രയും മതിയല്ലോ. 2 കല്യാണം കൂടി ഒരുമിച്ച് നടത്തുന്നോണ്ട് വലിയ ചെലവൊന്നുമില്ല. ഞാൻ കെട്ടാൻ പോകുന്ന പയ്യൻ കോടീശ്വരനാ. അച്ഛനും അമ്മയ്ക്കും കൂടി ഒറ്റ മോന. അതുകൊണ്ട് അവർക്ക് ഈ കല്യാണ ചെലവൊന്നും ഒരു പ്രശ്നമേ അല്ല. കൂട്ടത്തില് നിന്റെ കല്യാണം അങ്ങ് നടന്നു പോവും. ഒരിക്കലും അമ്മ അങ്ങനെയൊന്നും സമ്മതിക്കുന്നതല്ല. പിന്നെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ടാ ഇതൊക്കെ നടക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കണം, ആ ദീപ എന്ന് പറയുന്നവളെ. എനിക്ക് അമ്മയോടും അമ്മാവന്മാരോടും ഒക്കെ ചോദിക്കണം. ആരോട് ചോദിച്ചാലും അനുകൂലമായിട്ടൊരു മറുപടി കിട്ടണം, അല്ലെങ്കിൽ അമ്മയുടെ സ്വഭാവം മാറുവേ. ഇടി പിടിയുന്നൊരു കല്യാണം വേണ്ടെന്നാ അമ്മ പറഞ്ഞത്. അപ്പം നിനക്ക് ജേട്ടനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലേ? അയ്യോ, എന്താ അങ്ങനെ ചോദിച്ചേ? എനിക്ക് ഭയങ്കര താല്പര്യമാ. പിന്നെ എന്റെ സാഹചര്യം മണ്ണാങ്കട്ട. ഒന്ന് ചുമ്മാതിരിക്കെ ഹരിതേ. വിഷുവിന്റെ അന്ന് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാ നീ രക്ഷപ്പെട്ടു. ജേട്ടന് നല്ല സാമ്പത്തികമുള്ള കൂട്ടത്തിലാ, അത് നിനക്കറിയാലോ. ആ പിന്നെ ഈ ഷോറൂമിന്റെ ഓണറുടെ ഭാര്യയാ നീ. അതിന്റെ അഹങ്കാരമൊക്കെ പുറത്തെടുത്താ അമ്മ പിന്നെ നിന്നെ വെച്ചേക്കില്ല കേട്ടോ. എങ്കിലും എന്നും അമ്മ നിങ്ങളുടെ കൂടെ കാണില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞാല് നിനക്കും ഇവിടെ അധികാരം ഉണ്ടാവും. അതൊക്കെ മുതലാക്കുക വേണ്ടത്. ഞാൻ അമ്മയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ? എന്ത് സംസാരിച്ചാലും ശരി, നോ എന്ന മറുപടി വേണ്ട. അമ്മ ഇടഞ്ഞു കഴിഞ്ഞാലേ പിന്നെ ഒന്നും നടക്കില്ല. അല്ല, ജയലാൽ സാറും ദീപേച്ചിയും തമ്മിലുള്ള ഡിവോഴ്സ് കഴിഞ്ഞില്ലല്ലോ. അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ അവൾ അത്തരം പ്രശ്നങ്ങളിലൊന്നും വലിയ അപകടം ഉണ്ടാക്കില്ലെന്നാ ഏട്ടൻ പറയുന്നത്. അത് പക്ഷെ ഞങ്ങള് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടൊന്നുമില്ല. മുഹൂർത്ത സമയത്ത് ഇനി അവള് കല്യാണം മുടക്കാൻ ഇതൊരു വിഷയമായിട്ട് കൊണ്ടുവരുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഡിവോഴ്സിനെ പറ്റി സീരിയസ് ആയി ചിന്തിക്കുന്നുണ്ട്. 2 പേർക്കും പിരിയാൻ സമ്മതാണെങ്കിൽ പിന്നെ പ്രയാസമൊന്നും ഇല്ലല്ലോ. അത് ശരിയാ. അപ്പൊ പിന്നെ ഇതിന്റെ പേരില് ഇനിയൊരു തർക്കം വേണ്ട. ഹരിത സമ്മതിച്ചെന്ന് ഞാൻ പോയി പറയട്ടെ? അയ്യോ, അങ്ങനെ ഇപ്പൊ പറയണ്ട. അതെന്താ പറയണ്ടാത്തത്? അമ്മയോടൊന്ന് ആലോചിച്ചിട്ട് പോരെ? ഓ ശരി ശരി, ആലോചിച്ചിട്ട് നാളെ അനുകൂലമായിട്ടൊരു മറുപടി പറഞ്ഞേക്കണം. നിനക്ക് തുടക്കത്തിൽ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നല്ലോ, ഇപ്പോഴെന്താ ചെറുതായിട്ട് പിന്നോട്ട് പോകുന്നത്? ഏയ് ഒന്നുമില്ല. ഞാൻ അന്ന് മുതലേ എടിപിടിന്ന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. അത് തന്നെ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. ആ പറച്ചില് മാറ്റിക്കോ, എന്നിട്ട് കല്യാണ പെണ്ണാവാൻ തയ്യാറായിക്കോ. മോളെ, ജഗന് നാട്ടുകാർക്കിടയിൽ നല്ല ഇമേജ് അല്ല. അതുകൊണ്ട് ജഗൻ ഇവിടേക്ക് വരുമ്പോ ആൾക്കാര് അടക്കിയ സ്വരത്തിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടാവും. അയലത്തുകാരുടെയും നാട്ടുകാരുടെയും ഒന്നും നാവ് നമുക്ക് അടപ്പിക്കാൻ പറ്റില്ലല്ലോ അമ്മേ.
അതുകൊണ്ട് അതേപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് തന്നെയാ ഞാനും ജഗനോട് പറഞ്ഞത്. ഇനിയിപ്പോ ഇവിടേക്ക് വരണമെന്ന് തോന്നുമ്പോഴൊക്കെ വന്നോട്ടെ. നമ്മളെ സ്നേഹിക്കുന്നവരും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെയും നമ്മൾ അരികിൽ നിർത്തുക വേണ്ടത്. അതുകൊണ്ട് ജയന്റെ കാര്യത്തിൽ മോൾ എന്ത് തീരുമാനം എടുത്താലും അതെനിക്കൊരു പ്രശ്നമല്ല. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഇന്നത്തെ കാലത്ത് അമ്മമാരൊറ്റപ്പെടുമ്പോ അവരോട് വിവാഹം കഴിക്കാൻ പറയുന്ന മക്കളാ കൂടുതൽ. മുൻപതൊക്കെ നമ്മുടെ സമൂഹത്തിൽ അറപ്പും വെറുപ്പുമായിരുന്നു. എന്നാ അതിനൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെയുള്ളപ്പോൾ പിന്നെ മോളോട് പറയേണ്ട കാര്യങ്ങൾ ഞാൻ മറച്ചു വെക്കേണ്ട കാര്യം എന്താ? അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു. മോള് സഞ്ചരിക്കുന്ന വഴിയും തിരഞ്ഞെടുക്കുന്ന ആൾക്കാരും നല്ലതായിരിക്കും. പിന്നെ അതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യം എനിക്കില്ലല്ലോ. അമ്മ പറയുന്നത് പോലൊരു പരിധി വിട്ട അടുപ്പമൊന്നും എനിക്ക് ജഗനുമായിട്ടില്ലമ്മ. മോളെ, മോൾക്കങ്ങനെ ആരോടും അടുപ്പമില്ലായിരുന്നു. ആൺകുട്ടികളോട് അധികം കമ്പനി അടിക്കാത്ത ശീലമായിരുന്നു മോളുടെ. എന്നാലിപ്പോ അതിന് മാറ്റം വന്നിരിക്കുക. മോളും സ്വപ്നം കണ്ടു തുടങ്ങിയെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ദീപേച്ചി ആയിരിക്കും അമ്മയോട് ഇതൊക്കെ പറഞ്ഞതല്ലേ? എന്തിനാ മോളെ ദീപ പറയുന്നത്? എനിക്കറിയില്ലേ കാര്യങ്ങൾ. ജഗൻ തിരഞ്ഞെടുക്കുന്ന മാർഗം നല്ലതായിരുന്നെങ്കിൽ ഞാൻ 100 വട്ടം മോളോട് പറഞ്ഞേനെ ജഗനെ തന്നെ വിവാഹം കഴിക്കാൻ. ഇവിടെ ആദ്യ എതിർപ്പുണ്ടായാലും ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മയെ സംസാരിച്ച് എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ശരിയായ ദിശയിലേക്ക് തന്നെയാ പോകുന്നത്. മോൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാനൊരു സങ്കോചം തോന്നും. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ ഇനി എന്റെ വാക്ക് മാറ്റില്ല. ഏത് നേരത്തും ജഗൻ ഇവിടെ കടന്നു വരാം. അത്രത്തോളം ആ മോനെ ഞാനിപ്പോ സ്നേഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ പലരും അകന്നു പോയപ്പോ ദൈവം കൊണ്ടുതന്ന നിധിയ ആ പയ്യൻ. അവന് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകണമെന്ന ഇപ്പൊ എന്റെ പ്രാർത്ഥന. അമ്മ ഇതുപോലൊന്നും ജഗേട്ടൻ വരുമ്പോ സംസാരിക്കരുത് കേട്ടോ. അതിന് ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. മോളെ സ്വപ്നം കാണുന്നതും പതിവില്ലാതെ ചിന്തിച്ചിരിക്കുന്നതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവും. അല്ല, പോവാണോ? അമ്മയോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് വയ്യ. എന്തിനാ നല്ല ഫ്രൂട്ട്സുമായിട്ട് വന്നത്? അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണെന്നും ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരണമെന്നും നീ തന്നെയല്ലേ പറയാറുള്ളത്? ഓഹോ, അതുകൊണ്ട് വന്നതാണല്ലേ. എന്നാൽ ഇനി അമ്മയെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ പോരെ. അതിപ്പോ ഇയാള് പറയേണ്ട കാര്യമൊന്നുമില്ല. തന്റെ അമ്മയോട് സംസാരിച്ചിട്ട് വരുമ്പോഴൊക്കെ എന്തോ ഒരു അടുപ്പം തന്റെ അമ്മയോട് തോന്നാറുണ്ട്. അമ്മയ്ക്കും അങ്ങനെ തന്നെയാ. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇനി ബുള്ളറ്റ് വീട്ടിൽ വരണം. ആരുമില്ലാതിരുന്ന് എനിക്ക് ചില ബന്ധുക്കളൊക്കെ ഉണ്ടാവുകയാണല്ലേ. വീട്ടിനകത്തിപ്പോ ആണുങ്ങളില്ല. ഒരു സമയത്ത് ബുള്ളറ്റ് ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെങ്കിലും തിരഞ്ഞെടുത്ത ജോലി അത്ര പോരാത്തതുകൊണ്ട് അമ്മയ്ക്ക് നല്ല എതിർപ്പുണ്ടായിരുന്നു. എന്നാ ഇപ്പൊ അമ്മയ്ക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഏത് പ്രതിസന്ധിയിലും ബുള്ളറ്റ് ഞങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്ന്. അതൊരു നിസ്സാര കാര്യമല്ല, പ്രത്യേകിച്ചും ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയില്. ഞാൻ വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ ചീത്തപ്പേരൊക്കെ കിട്ടുന്നുണ്ടല്ലേ? അതൊക്കെ ആര് നോക്കുന്നു? ഇന്നത്തെ ഈ സമൂഹത്തെ പോലെ ദുഷിച്ച ഒരു സമൂഹം വേറെ കാണില്ല. വിഷം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന പെരുമാറുന്ന ആൾക്കാരാണ് പലരും. അതുകൊണ്ട് തന്നെ അവിടെ നന്മയുള്ള ആൾക്കാരെ കൂടെ നിർത്താൻ നമ്മൾ ശ്രമിക്കണം. സത്യസന്ധയായ ഒരു വില്ലേജ് ഓഫീസറായിരുന്നു എൻ്റെ അമ്മ. ആ അമ്മ മകളോട് ഗുണ്ടയായ ഒരാളെ കാണുന്നത് തെറ്റല്ല, അയാളുമായി സൗഹൃദം കൂടുന്നതും അടുക്കുന്നതും ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ മുഴുവൻ ക്രെഡിറ്റും തരേണ്ടത് ബുള്ളറ്റിന്. അന്ന് ദിയനോട് അമ്മ ദിയയുടെ ആങ്ങളെ വളർത്തിയ കാര്യമൊക്കെ പറഞ്ഞപ്പോ സത്യം പറഞ്ഞ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അതുകൊണ്ടാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കാണാൻ വരുന്നത്. പിന്നെ ഇപ്പൊ ഒരു ആശ്വാസമുണ്ട്. നാളെ വെട്ടേറ്റ് വീഴുകയാണെങ്കിൽ എനിക്ക് വേണ്ടി ഇത്തിരി കണ്ണീരൊഴുക്കാൻ ആളായി. വെറുതെ പറഞ്ഞതല്ല, ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പോലും കൊല്ലാൻ പിന്നിൽ ആൾക്കാരുണ്ട്, എന്തും ചെയ്യാൻ ആളുണ്ട്.
പക്ഷേ ഭയന്ന് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. ബന്ധങ്ങൾ ഇങ്ങനെ ഒരുപാടുണ്ടാവുമ്പോഴാണ് മരണഭയം ചെറുതായിട്ട് ഉള്ളിൽ കൂടുന്നത്. അത് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് നല്ലതല്ല. ഈ നാടിനെ ഞാൻ മടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് അമ്മയും കൊണ്ട് വേറെ എവിടേക്കെങ്കിലും മാറി താമസിക്കണമെന്ന എൻ്റെ ആഗ്രഹം. ഞങ്ങൾ പോകുമ്പോൾ കൂടെ പോരെ. അപ്പൊ ഈ ഭീഷണി ഒഴിഞ്ഞു കിട്ടും. മറ്റേതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാം. അതാ നല്ലത്. ആ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അതിലൊന്നല്ല, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഏത് വേണമെങ്കിലും എടുക്കാം. മേ ഐ കം ഇൻ സർ? യെസ്. ദാ സർ. ഇരിക്കെ. അച്ഛനിടയ്ക്ക് വിളിച്ചായിരുന്നോ? ആ വിളിച്ചു. സാർ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ വിളിക്കുന്നുണ്ടല്ലേ? ആ, ടെൻഷൻ വരുമ്പോ ഞാൻ ഹരിയേട്ടനെ അച്ഛനെയാണ് സാധാരണ വിളിക്കാറ്. ഇപ്പൊ ഗുരുവായൂരാണെന്നാ പറഞ്ഞേ. ആ അതെ, ഇത്തവണ പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിൽ വന്നപ്പോ അച്ഛൻ ഹരിതയുടെ വീട്ടിൽ വന്നായിരുന്നു. ആ ഇടയ്ക്കെപ്പോഴും വന്നെന്ന് അമ്മ പറയുന്ന കേട്ടു. ഇടയ്ക്ക് അച്ഛൻ തീർത്ഥാടനത്തിനെന്നും പറഞ്ഞ് ഈ പറയുന്ന അമ്പലങ്ങളിലൊക്കെ പോവാറുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അവിടെ വീട്ടിൽ വരാറുണ്ടല്ലേ? ഏയ് അങ്ങനെയൊന്നും വരാറില്ല. പിന്നെ അവിടെ എത്തുമ്പോ വിളിക്കാറുണ്ട്. ആ, ഹരിതയുടെ അച്ഛൻ മരിച്ചിട്ട് എത്ര വർഷം പറഞ്ഞ്? എന്റെ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചു. ഓ, സെക്കന്ദരാബാദിൽ വെച്ചായിരുന്നു അച്ഛൻ നിങ്ങളുടെ കുടുംബ സുഹൃത്തായതല്ലേ? അതെ. പക്ഷേ ഒരിക്കൽ പോലും അച്ഛൻ ഇങ്ങനെ ഒരു കുടുംബത്തെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് സാറിന്റെ അമ്മയെ പേടിച്ചിട്ടായിരിക്കും. മറ്റു സ്ത്രീകളെ കുറിച്ചൊന്നും സംസാരിക്കുന്നത് സാറിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. ആ, അത് ശരിയാ. പക്ഷേ ഞങ്ങൾ ആൺമക്കളോട് എല്ലാ കാര്യവും അച്ഛൻ പറയാറുള്ളതാണ്. ഹരിതയെ പറ്റിയും ഹരിതയുടെ അമ്മയെ പറ്റിയും അച്ഛൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ആ, ഇനിയിപ്പോ ഹരിതയുടെ അമ്മ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ കാണില്ലേ? ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയേക്കും സർ. അപ്പൊ താനിവിടെ ഒറ്റയ്ക്കാവില്ലേ? എനിക്ക് പേടിയൊന്നുമില്ല സർ. ആ, അത് വേണ്ട. അങ്ങനെ അമ്മ മാറി നിൽക്കുവാണെങ്കിൽ ഞാൻ അങ്ങോട്ടൊരു ജോലിക്കാരിയെ പറഞ്ഞുകൂടാ? ഇന്ന് തന്നെ പറഞ്ഞു വിട്ടാലോ? അയ്യോ വേണ്ട സർ, അത് വേണ്ട. അല്ല, താനിങ്ങ് വന്നു കഴിയുമ്പോഴേക്ക് അമ്മ അവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുമല്ലേ? അമ്മയ്ക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാൾ വേണ്ടേ? വേണ്ട സർ, അങ്ങനെ സാറ് ബുദ്ധിമുട്ടണ്ട. ഏയ്, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ല, അമ്മയ്ക്കത് ഇഷ്ടാവില്ല സർ. പാചകമൊക്കെ ചെയ്ത് അത് വെച്ച് വിളമ്പുന്നത് അമ്മയ്ക്ക് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാ. ഓ, അങ്ങനെ. അമ്മ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും സർ. ആ, അതറിയാം. അന്ന് എൻ്റെ അമ്മ അവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് എന്നോട് പറഞ്ഞായിരുന്നു, അച്ഛൻ ഉണ്ടാക്കുന്ന കറികളുടെ ടേസ്റ്റാണ് അവിടുത്തെ ഫുഡിനെന്ന്. അത് എന്നോട് പറഞ്ഞായിരുന്നു. ആ, അപ്പൊ പിന്നെ ഞാനും ഒരു ദിവസം അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരാം. സാറ് പോര്. വേണമെങ്കിൽ എനിക്ക് ഭക്ഷണം തരുന്ന കൂട്ടത്തില് സാറിനും കൂടി എടുക്കാൻ പറയാം. ഏയ്, അതൊന്നും വേണ്ട. ഉടനെ തന്നെ ഒരു ദിവസം അങ്ങോട്ട് വരാം. ശരി സാർ. ഞാൻ ഹരിതയിൽ നിന്നും അവളുടെ വീട് എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചാരു അമ്മ അവിടെ പോയതുകൊണ്ട് അവര് പറഞ്ഞ ലൊക്കേഷനൊക്കെ ഏതാണ്ട് എനിക്കറിയാം. ഞാൻ പൂജയുടെ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. അവള് പറയുന്നത് അവിടെ വരെ ഒന്ന് പോയാലോ എന്നാ. പനച്ചിക്കാട് അമ്പലത്തിൽ തൊഴുകയും ചെയ്യാം. പോയിട്ട് അല്ല, അവിടെ പോയി ഏതെങ്കിലും ചെറിയൊരു കടയിൽ കയറിയിരുന്ന് സംസാരിക്കുമ്പോൾ അച്ഛൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമുക്ക്. ഈ ഹരിതേ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആള് സ്മാർട്ടാ. സംശയം തോന്നിയത് പിന്നെ എനിക്ക് ഈ പെൺകുട്ടിക്ക് അച്ഛനുമായിട്ട് സാമ്യമുണ്ടെന്ന് തോന്നുക. എടാ, എനിക്കും ഇപ്പം അങ്ങനെ തോന്നുന്നുണ്ട്.
ഇനി അങ്ങനെ തന്നെ ആയിരിക്കോ? അച്ഛന്റെ മകളാകൂ? എടാ, അങ്ങനെയാണെങ്കിൽ ഈ ആലോചനയായിട്ട് ഹരിത മുന്നോട്ട് പോവോ? എടാ, ഈ കുട്ടി നമ്മുടെ അച്ഛന്റെ മകളാണെങ്കിൽ അവള് നമുക്ക് പെങ്ങളല്ലേ? അതുകൊണ്ടായിരിക്കോ ഹരിതയെ 100% വിശ്വസിക്കാന്നൊക്കെ അച്ഛൻ പറഞ്ഞത്? അതുപോലെ തന്നെ ഹരിതയും ഇടയ്ക്കൊക്കെ എനിക്ക് ആത്മവിശ്വാസം തരുന്നുണ്ട്. അച്ഛൻ തീർത്ഥയാത്ര തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് അമ്പലത്തിലാണോ അതോ ചിന്ന വീട്ടിലാണോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഇത്തവണ ഹരിത വീട്ടിൽ പോയിട്ട് വന്ന ശേഷമാണ് അമ്മയെ കൂടെ കൂട്ടിയത്. അങ്ങനെ അവര് രണ്ടാളും വന്നപ്പോ അവരുടെ കൂടെ അച്ഛനും വന്നാണെങ്കിലോ? നമ്മളിങ്ങനെ ചോദ്യം ചോദിച്ചോണ്ടിരുന്നിട്ട് എന്താടാ കാര്യം? നീ നിന്റെ വഴിക്ക് അന്വേഷണം നടത്തിക്കോ, ഞാൻ എൻ്റെ റൂട്ടിൽ അന്വേഷിച്ചോളാം. എന്തായാലും നമ്മുടെ യാത്രകൾ ചെന്ന് അവസാനിക്കേണ്ടത് നമുക്ക് കിട്ടേണ്ട ഉത്തരത്തിലായിരിക്കണം. അച്ഛനെ അങ്ങനെ അങ്ങ് മിടുക്കനാവണ്ട. എടാ, ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങളൊന്നും. എന്നാ എന്റെ ചിന്ത നേരെ മറിച്ച്. അച്ഛൻ ഇത്രയും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ശക്തമായൊരു കാരണമുണ്ട്.